നോർമൽ നീഡിൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ യോക്ക് ഡിസൈനാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ഇവിടെ എടുത്തേക്കുന്നത് ആൻറ്റി ഗോൾഡ് കട്ട് ബീഡ്, ആൻറ്റി ഗോൾഡിന് തന്നെ ഷുഗർ ബീഡ്, പിന്നെ ഗോൾഡൻ സീക്വൻസുമാണ്. നെക്കിൻ്റെ ഷേപ്പ് ഇവിടെ ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു 1.5 ഇഞ്ച് എടുത്തിട്ട് ഒരു ബോക്സ് പോലെ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പോർഷനിലാണ് നമുക്ക് വർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി ആ ബോക്സിൻ്റെ ഉള്ളിൽ ഇതുപോലെ വളച്ച് സ്റ്റെം ഒന്ന് വരച്ച് കൊടുക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ലീഫും ബ്രാഞ്ചസും ഒക്കെ വരേണ്ടതാണ്. അപ്പോൾ ഇതുപോലെ ലീഫ് വരയ്ക്കുക, എന്നിട്ട് ബ്രാഞ്ച് വരച്ചിട്ട് അതിൻ്റെ ടിപ്പിലായിട്ട് നമുക്കൊരു സർക്കിൾ വരച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ പ്രോ സർക്കിൾ വെച്ചിട്ടാണ് സർക്കിൾ വരയ്ക്കുന്നത്. ഫ്രീ ഹാൻഡായിട്ടും വരയ്ക്കാം കേട്ടോ. എന്നിട്ട് സ്കാറ്റർ ചെയ്ത് നമുക്ക് ലീഫും കൂടെ വരച്ച് കൊടുക്കണം. അപ്പോൾ ആ ഒരു ബോക്സ് പോർഷൻ ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഡിസൈൻ വരേണ്ടതാണ്. യോക്ക് പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് നമ്മളിപ്പോൾ ഡിസൈനൊക്കെ ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സ്റ്റെമ്മിൻ്റെ പോർഷനിലൂടെ കട്ട് ബീഡ് സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. നീഡിൽ നമ്പർ 12 ആണ് കേട്ടോ ഇവിടെ നമ്മൾ ബീഡ്സ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത്. നീഡിൽ ഇവിടെ നിന്ന് എടുത്തിരിക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് ഒരു ആൻറ്റി ഗോൾഡിൻ്റെ കട്ട് ബീഡ് എടുത്തിട്ട് ബാക്ക് സ്റ്റിച്ചിൻ്റെ പോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് ഈ ഒരു രീതി ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ ബാക്ക് സ്റ്റിച്ചിൻ്റെ പോലെ സ്റ്റിച്ച് ചെയ്യാമെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്താൽ നമുക്ക് കുറച്ചും കൂടെ ബീഡ്സിനൊക്കെ ഇളകി പോകാതിരിക്കാനുള്ള ചാൻസ് കൂടുതലായിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുവാണ് കുറച്ചുകൂടെ ബെറ്റർ. ഇനി നമ്മൾ ലീഫാണ് ചെയ്യുന്നത്. ലീഫിൻ്റെ ടിപ്പിൽ നിന്ന് നീഡിൽ ഇതുപോലെ എടുക്കുവാണ്. എന്നിട്ട് ആ നീഡിലേക്ക് ഒരു 4 ഷുഗർ ബീഡ് എടുത്തിട്ട് ആദ്യം സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. ഇനി അടുത്ത് നമ്മൾ നീഡിലെടുക്കേണ്ടത് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ 2 വശത്തു നിന്നുമായിട്ടാണ്. അപ്പോൾ ഈ ഒരു വശത്തു നിന്ന് ഞാനിപ്പം നീഡിലെടുത്തിട്ടുണ്ട്. വീണ്ടും ഒരു 4 ഷുഗർ ബീഡ് തന്നെ എടുത്തിട്ട് അതൊന്ന് ചെരിച്ച് സ്റ്റിച്ച് ചെയ്യുകയാണ്. അപ്പോൾ ഏകദേശം പറയുവാണെങ്കിൽ നമ്മൾ സാറ്റിൻ ലീഫ് സ്റ്റിച്ച് ചെയ്യില്ല, ആ ഒരു രീതിയിൽ തന്നെ ബീഡ്സ് വെച്ചിട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വശത്തു നിന്ന് വീണ്ടും നീഡിലെടുക്കുക. എന്നിട്ട് അവിടെയും 4 ഷുഗർ ബീഡ് എടുത്തിട്ട് ചെരിച്ച് നമ്മൾ ആ ലീഫിൻ്റെ ഷേപ്പിൽ അതൊന്ന് ഫില്ല് ചെയ്തെടുക്കണം. ഇനി ഫ്ലവറാണ് ചെയ്യുന്നത്. സർക്കിളിൻ്റെ ഇൻസൈഡിൽ നിന്ന് വേണം നീഡിലെടുക്കാനായിട്ട്. എന്നിട്ട് സീക്വൻസ് എടുത്തിട്ട് നമ്മൾ ആ റൗണ്ട് ഉണ്ടല്ലോ, ആ റൗണ്ടിൻ്റെ വര വന്നേക്കുന്ന പോർഷനിൽ വേണം സീക്വൻസ് വെച്ച് കൊടുക്കാനായിട്ട്. എന്ന് വെച്ചാൽ നീഡിൽ നമ്മൾ എടുക്കുന്നത് സർക്കിളിൻ്റെ ഇൻസൈഡിൽ നിന്നും വെച്ച് കൊടുക്കുന്നത് കറക്റ്റ് ആ സർക്കിളിലേക്കും ആയിരിക്കണം. അപ്പോൾ അങ്ങനെ ഔട്ടർ പോർഷൻ ആദ്യമേ സ്റ്റിച്ച് ചെയ്തെടുക്കണം. എന്നിട്ട് വേണം ഇൻസൈഡ് ചെയ്യാനായിട്ട്. ഔട്ടർ സർക്കിൾ ഒരു റോ നമ്മൾ സീക്വൻസ് വെച്ച് കഴിഞ്ഞു. ഇനി ഇൻസൈഡ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇതുപോലെ അകത്ത് നിന്ന് നീഡിലെടുത്തിട്ട് ആ 2 സീക്വൻസിൻ്റെ നടുക്കായിട്ട് വേണം രണ്ടാമത്തെ റോയിലുള്ള സീക്വൻസ് വെച്ച് കൊടുക്കാനായിട്ട്. അങ്ങനെ നമ്മൾ ആ ഫ്ലവർ ഫില്ല് ചെയ്ത് അകത്തേക്ക് ഫില്ല് ചെയ്തെടുക്കുവാണ്.
ഇനി ആ ഫ്ലവറിൻ്റെ സെൻറ്ററിൽ ഒരു ഗോൾഡൻ റൗണ്ട് ബീഡും കൂടെ പ്ലേസ് ചെയ്ത് കൊടുക്കാം. ഫുൾ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കുർത്തിയുടെ ലുക്ക് ഇതുപോലെയാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഡിസൈൻ ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ.